മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററായ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി എന്നൊക്കെയുള്ള വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള വേർഡ് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടാവുക. പലർക്കും ഈ ഒരു ചാപ്റ്റർ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് വെച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്യൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു മാർക്കിന് മാത്രമായിട്ട് പഠിക്കുന്ന രീതി മാറ്റി നമുക്ക് ബേസിക് ലെവലിൽ നിന്ന് തന്നെ ഓരോന്നും പഠിച്ചു തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 10th സ്റ്റാൻഡേർഡിൽ ഫുൾ A+ ഒക്കെ വേണ്ടതല്ലേ. അപ്പോൾ നമ്മുടെ ഈ ബേസ് ഒന്നും ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടായി തോന്നും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇലക്ട്രിസിറ്റി, അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എല്ലാവർക്കും എക്സ്പെരിമെൻറ്റ്സ് ഇഷ്ടമല്ലേ? അപ്പോൾ എക്സ്പെരിമെൻറ്റ്സിലൂടെ നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ നമ്മളെ മൈൻഡിൽ എപ്പോഴും അത് ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഇതിലെന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? അതായത് ഒരു ഗ്ലാസ് നമ്മൾ വാട്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇത്തരത്തിൽ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്ന ആ ഒരു മാജിക്ക്? ഇത് യഥാർത്ഥത്തിൽ മാജിക് ആണോ അല്ലെങ്കിൽ സയൻസ് ആണോ? നമ്മൾ ഫിസിക്സ് ക്ലാസ്സിലല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ പഠിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ നമുക്കെല്ലാവർക്കും, നമ്മൾ സയൻസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ മുകളിൽ റബ്ബ് ചെയ്തിട്ട് ഇതുപോലെ വാട്ടറിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്ടറിൻ്റെ ഫ്ലോ ചേഞ്ച് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താണ് ഈ ഒരു സയൻസ്, അതുപോലെ എന്താണ് ഈ ഒരു മാജിക് എന്നുള്ളത് കാര്യം നമുക്ക് വരും ക്ലാസ്സുകൾ, അതായത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങളെ മൈൻഡിൽ അവിടെ വെച്ചോളൂ. ഇതിനുള്ള ഉത്തരം, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലത്തെ വേറൊരു എക്സ്പെരിമെൻറ്റും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നടക്കുന്ന കാര്യം എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അടുത്ത എക്സ്പെരിമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ, പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു ടിന്ന് പോലത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പൈപ്പ്, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ആ പൈപ്പിൽ ടിഷ്യൂ പേപ്പർ റബ്ബ് ചെയ്തിട്ട് അത് വെക്കുന്ന സമയത്ത് അതായത് ഈ ടിന്നിൻ്റെ അടുത്തേക്ക് വെക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ത് ചേഞ്ചാണ് അവിടെ വരുന്നത്. അതായത് നമ്മൾ വെക്കുന്ന ആ ഒരു പൈപ്പിനനുസരിച്ച്, പൈപ്പ് ഏത് ഭാഗത്തേക്കാണോ നമ്മൾ വെക്കുന്നത് അതിനനുസരിച്ച് ടിന്ന് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ നേരത്തെ കണ്ട അതേ എക്സ്പെരിമെൻറ്റിൻ്റെ അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതായത് അതിൻ്റെ പിന്നിലുള്ള അതേ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെയും പിന്നിലുള്ളത്. അപ്പം നമുക്ക് ക്യൂരിയോസിറ്റി ആയില്ലേ എന്താണ് ഇവിടെ നടക്കുന്ന കാര്യം എന്നുള്ളത്. അപ്പം നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരില്ലേ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മനസ്സിലാക്കുന്നതിൻ്റെ മുമ്പ് ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയണ്ടേ? അതിനുശേഷമല്ലേ നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മനസ്സിലാക്കേണ്ടത്. ആദ്യം നമുക്ക് ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ളത് പഠിക്കാം. എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു സർക്യൂട്ട് ഡയഗ്രാം, അതായത് ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതൊന്നും കണ്ടിട്ട് നിങ്ങളിപ്പം ഭയപ്പെടേണ്ടതില്ല. ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ല. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട്, അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം ഒരു ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു സർക്യൂട്ട് കാണിച്ചു തന്നതെന്ന് മാത്രം.
അതായത് ഈ ഇലക്ട്രിസിറ്റിയെ പറ്റി നമ്മൾ ഡീറ്റെയിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പക്ഷെ നമ്മളിപ്പം വെറും 8th സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ള അതിൻ്റെ ബേസിക് കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതുപോലെ സർക്യൂട്ടൊന്നും വരച്ചിട്ട് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നതെന്നും നമ്മൾ പഠിക്കേണ്ടതില്ല. അതായത് ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വളരെ നമ്മളെ ഡെയിലി ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി. അപ്പം നമ്മൾ ആ ഇലക്ട്രിസിറ്റിയെ പറ്റി നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്നുള്ള ആണ് ഞാൻ ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം. അതായത് ഈ സർക്യൂട്ടൊന്നും കണ്ടിട്ട് ഭയപ്പെടേണ്ടതില്ല. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മെക്കാനിസം പഠിച്ചു കഴിഞ്ഞാൽ മതി. ഒരു ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. പക്ഷെ നമുക്ക് സയൻറ്റിഫിക് ടേംസിൽ പറയാൻ അതെന്താണെന്ന് അറിയില്ല. അത് പറയാൻ അറിയണമെങ്കിൽ നമുക്ക് ആറ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രമാണ് ഇലക്ട്രിസിറ്റി എന്താണെന്നൊക്കെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആറ്റത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുണ്ട്. അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം ജസ്റ്റ് ആറ്റം എന്താണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആറ്റത്തിൻ്റെ ഇൻസൈഡായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ആറ്റം എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. നമുക്കതെന്താണ് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതായത് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ അല്ലാതെ നമുക്കതിനെ കാണാൻ പറ്റില്ല. അത്രയ്ക്കും ടൈനി ആയിട്ടുള്ള ചെറിയതാണ് ആറ്റം എന്ന് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിലെല്ലാം തന്നെ എന്താണ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ആറ്റത്തിൻ്റെ സബ് ആറ്റോമിക് പാർട്ടിക്കിളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺസ്. ഇതാണ് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവുക. ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇലക്ട്രോൺ സ്റ്റെബിലിറ്റി, അതായത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടും ഗെയിൻ ചെയ്തിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അത് ഓരോ ആറ്റത്തിനെ ബേസ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ആറ്റത്തിലുണ്ടായിരിക്കുന്ന സബ് ആറ്റോമിക് പാർട്ടിക്കിളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഈ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ന്യൂട്രോണിന് എന്താണ് ചാർജ് ഇല്ല. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ഇത്രയും കാര്യമാണ് ഈ ഒരു ആറ്റത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കി പ്രോട്ടോണുകളുടെ എണ്ണം, അതായത് പോസിറ്റീവ് ചാർജിൻ്റെ ഒരു ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ നമ്പർ, അതായത് ഇലക്ട്രോൺസിന് എന്താണ് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജിൻ്റെ നമ്പേഴ്സ് എന്താണ് ഈക്വലാണ്. അപ്പം നമുക്ക് എന്ത് പറയാം, ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അതെന്തുകൊണ്ടാണ്? ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും എന്ന് പറയുന്നത് ഈക്വലാണ്. നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അതിന് കാരണം എന്താണ്? പ്രോട്ടോൺസിൻ്റെ നമ്പറും ഇലക്ട്രോൺസിൻ്റെ നമ്പറും ഈക്വൽ ആയതുകൊണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡിൽ ഇതിനെപ്പറ്റി പഠിക്കാനൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്നുള്ളു. നിങ്ങൾക്ക് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഭയപ്പെടുകയും ചെയ്യേണ്ട. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നുമില്ല. ജസ്റ്റ് 2 ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒന്നിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാറ്റത്തിന്, അതായത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സോഡിയം, Na എന്ന് പറഞ്ഞ സോഡിയമാണ്. അതെങ്ങനെയാണ് അത് എഴുതുക എന്നൊക്കെ ഉള്ളത് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കും കേട്ടോ. F എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനാണ്. അപ്പോൾ സോഡിയം ആറ്റവും അതുപോലെ തന്നെ ഫ്ലൂറിൻ ആറ്റമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ 2 ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്ലൂറിൻ്റെ ബാലൻസ്, അതായത് ഇതിന് ഒരു സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആറ്റത്തിനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഈ ഒരു ആറ്റത്തിന് ഇതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ സോഡിയത്തിന് പോസിറ്റീവ് ചാർജും ഈ ഒരു ഫ്ലൂറിന് നെഗറ്റീവ് ചാർജുമാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓരോ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വരുന്നത് എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. 2 ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഏത് ആറ്റമാണോ ഒരാറ്റത്തെ കൊടുക്കുന്നത്
ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും അതുപോലെ ഏത് ആറ്റമാണോ വേറൊരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് അതിന് നെഗറ്റീവ് ചാർജുമാണ് ഉണ്ടാവുക. ഒന്ന കാര്യം തന്നെ ഇവിടെ നോട്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നതാണ്. ഇനിയിപ്പം വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് നമുക്ക് ഇനി അടുത്ത 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട. നമ്മൾ ആദ്യം തന്നെ കേട്ട് പഴകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. ഇപ്പം നമ്മളെപ്പോഴും ഒന്ന് പ്രീ പ്ലാൻഡായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കിപ്പം ഈ കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ടീച്ചർ പറയുമ്പോൾ വേഗം മനസ്സിലാവില്ല. അതുവേണ്ടി നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഇടുക. ഒന്നുമില്ല, ജസ്റ്റ് ഒരു റിയാക്ഷനിൽ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്ന നേച്ചറുള്ളപ്പോൾ അതെന്താണ് പോസിറ്റീവ് ആവും, അതായത് മോർ സ്റ്റേബിൾ ആവും. ഇപ്പോൾ ഒരു ആറ്റത്തിന് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ ആറ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഫ്ലോ ഓഫ് ചാർജാണ്. അതായത് ചാർജിൻ്റെ ഫ്ലോ കൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. നമ്മുടെ വീടുകളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബൾബാകട്ടെ, നമ്മുടെ TV ആകട്ടെ, നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം വർക്ക് ചെയ്യുന്നത് കറണ്ട് വഴിയാണ്. കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും തന്നെ വർക്കാവില്ല. നമ്മുടെ ഈ തോമസ് എഡിസൺ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് ബൾബ് കണ്ടെത്തിയില്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷേ എക്സാക്ട്ലി എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പലർക്കും. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലും ഇലക്ട്രിസിറ്റി ഉണ്ട്. ലൈറ്റനിങ്ങും തണ്ടർസ്ട്രോമും അതുപോലെ തന്നെ സിനാപ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇതൊക്കെ ഒരു തരത്തിലുള്ള ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ട്സുമായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ആ ഒരു ഇലക്ട്രിക് ഫ്ലോയിലൂടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് നമ്മളുടെ വീടുകളിലേക്ക് എത്തുന്നത്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇലക്ട്രിസിറ്റി ഫ്ലോസ്. ട്രാൻസ്പോർട്ടിംഗ് ഇലക്ട്രിസിറ്റി, ഹൗ ഇറ്റ് ഫ്ലോസ്. അതായത് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പവർ പ്ലാന്റ്സിലാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആകുന്നത്. ആ ജനറേറ്റ് ചെയ്യുന്ന പവർ അതുപോലെ തന്നെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോസസ്സിങ് ചെയ്തിട്ടാണ്, അതായത് ഓരോ പ്രോസസ്സിൽ കടന്നു പോയിട്ടാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മളെ കറണ്ട് നമുക്ക് കിട്ടുന്നത്. ഈ പവർ പ്ലാന്റിൽ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, അത് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കൊടുക്കും. ആ ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് അത് സബ് സ്റ്റേഷനിൽ കൊടുക്കും. സബ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഹൗസസിലും നമ്മുടെ ഓഫീസുകളിലൊക്കെ എത്തുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, പവർ പ്ലാന്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും, അത് ട്രാൻസ്ഫോമറിൽ കൊടുക്കും. ആ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, സ്റ്റെപ്പ് അപ്പ് ചെയ്യും വോൾട്ടേജിനെ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കൊടുക്കും. ഈ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസിൽ ഇലക്ട്രിസിറ്റീനെ ക്യാരി ചെയ്യുന്നുണ്ട്. അത് നെയ്ബറിങ് ട്രാൻസ്ഫോമറിന് കൊടുക്കും. അത് എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യും വോൾട്ടേജിന്. എന്നിട്ട് നമ്മളെ വീടുകളിലേക്ക് ആ ഒരു ഇലക്ട്രിസിറ്റിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. കൂൾ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ജസ്റ്റ് 1 സെക്കൻഡ് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഓരോ 7 സെക്കൻഡും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അതായത് അതൊരു ക്ലോസ്ഡ് സർക്കിളിലാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്ലോസ്ഡ് സർക്കിളിനെയാണ് എന്ത് പറയുന്നത്, സർക്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ വീടുകളിലൊക്കെ എത്തുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് പവർ സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്മിഷൻ ലൈനിലും ഡിസ്ട്രിബ്യൂഷൻ ലൈനിലും ഒക്കെ വയറ് വഴിയാണ് നമ്മളുടെ ഓരോ ഡിവൈസസിലേക്ക് എത്തുന്നത്. അതായത് ഇലക്ട്രിസിറ്റി എത്തുന്നത് വയറ് വഴിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പം ഡിസ്കസ് ചെയ്ത ഈ ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്,
യഥാർത്ഥത്തിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. എന്താണ് ഈ കറണ്ട് എന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ എന്നാണ് അതിൻ്റെ മീനിങ്. നമ്മളിപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായില്ല. അതായത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് മൂവിങ് ഇൻ എ കണ്ടക്ടർ സച്ചസ് കോപ്പർ വയർ, അതായത് കോപ്പർ വയറിലൂടെയൊക്കെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഇലക്ട്രിക് ചാർജിന്, അതായത് ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോനെയാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു സർക്യൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളൊരു സെറ്റപ്പാണിത്. ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എന്താ ഈ ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി പോലെ തന്നെ വേറൊരു ഇലക്ട്രിസിറ്റിയും ഉണ്ട്, അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഗ്ലാസ് വന്ന് വാട്ടറിലേക്ക് അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ആ വാട്ടറിൻ്റെ ഫ്ലോയിൽ ചേഞ്ച് വരുന്നത്, അതായത് ഫ്ലോൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു എക്സ്പെരിമെൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടിൻ്റെയും ബേസ് എന്താണെന്ന് വെച്ചാൽ, ഒരു സബ്സ്റ്റൻസസ്, അതായത് രണ്ട് സബ്സ്റ്റൻസ് എടുത്തിട്ട് അത് റബ്ബ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സബ്സ്റ്റൻസ് എടുത്ത് വേറൊരു സബ്സ്റ്റൻസിനെ എടുത്ത് റബ്ബ് ചെയ്യുന്ന സമയത്ത് അത് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഇലക്ട്രോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അതുപോലെ തന്നെ അതായത് ഇപ്പം വിട്ടുകൊടുത്ത ആറ്റത്തിന് പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ റിസീവ് ചെയ്ത ആറ്റത്തിന് നെഗറ്റീവ് ചാർജാണ് കിട്ടുക. അതായത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത ആറ്റത്തിന് പോസിറ്റീവ് ചാർജും അതുപോലെ റിസീവ് ചെയ്ത ആറ്റത്തിന് നെഗറ്റീവ് ചാർജുമാണ് കിട്ടുക. എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്താണ് അത് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതായത് ഒരു സബ്സ്റ്റൻസ് എടുത്ത് വേറൊരു സബ്സ്റ്റൻസിൽ റബ്ബ് ചെയ്യുന്നു. ആ സമയത്ത് എന്താണ്, അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ സബ്സ്റ്റൻസിൽ ഇലക്ട്രോൺസ് എക്സ്ചേഞ്ച് ആകുന്നുണ്ട്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഇലക്ട്രോണിനെ മറ്റേ സബ്സ്റ്റൻസിന് കൊടുക്കുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജും, ഇപ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണോ റിസീവ് ചെയ്തത് ഇലക്ട്രോണിന് അതിന് നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക. അത്രയേ ഉള്ളൂ. നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഈ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായി, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസിന് എന്താണ് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചിന്തിക്കുന്നുണ്ടാവുക. അതൊന്നുമില്ല. അത് ഇതിനെ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, ഇലക്ട്രോൺസ് എക്സ്ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ആ ഇലക്ട്രോൺ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ റബ്ബ് ചെയ്ത് ആ സബ്സ്റ്റൻസ് ഈ ഒരു വാട്ടറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെക്കുന്ന സമയത്ത്, അതായത് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്തു, എന്നിട്ട് ഈ ഗ്ലാസ് നമ്മൾ വാട്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് അത് ആ വാട്ടറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവാൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ കാരണം, അതായത് ഈ ഒരു ഗ്ലാസും ആ ഒരു പേപ്പറും തമ്മിൽ ഇലക്ട്രോൺസ് എക്സ്ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നിന് പോസിറ്റീവ് ചാർജും ഒന്നിന് നെഗറ്റീവ് ചാർജൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ. അതായത് നമുക്കറിയാം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്താണ്, അട്രാക്റ്റ് ചെയ്യും എന്നുള്ളത്. ഇപ്പം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും അട്രാക്റ്റ് ചെയ്യും. അതായത് ഈ ഒരു വാട്ടർ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിനെ ഇലക്ട്രിക് ചാർജാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ചാർജിങ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ചാർജ് ആ ഒരു ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം ഇലക്ട്രിക് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇഫ് ദ ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഒബ്ജക്റ്റ് റിമെയിൻ അറ്റ് ദ സെയിം പ്ലേസ് ഇൻ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ വേർഡ് തന്നെ എന്താണ്,
അതായത് ഫ്ലോ ഇല്ലാത്ത, അതായത് ഇപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഒരു ഒബ്ജക്റ്റിൽ ഇലക്ട്രിക് ചാർജ് ഉണ്ടായാൽ അതേ സ്ഥാനത്ത് തന്നെ ആ ഒരു ചാർജ് തങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് അത്തരത്തിലുള്ള ഇലക്ട്രിക് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു മുടി കോംബ് ചെയ്യുകയാണെങ്കിൽ മുടി കോംബ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഫ്രിക്ഷനിലൂടെ. അപ്പോൾ നമ്മൾ ഈ കോംബ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോമ്പിന് നെഗറ്റീവ് ചാർജും എയറിന് പോസിറ്റീവ് ചാർജും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ല. അതുപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം ഗ്ലാസ് റോഡ് ഒരു സിൽക്കിൻ്റെ മുകളിൽ റബ്ബ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ സമയത്ത് എന്താണ്, ഗ്ലാസ് റോഡിലുള്ള ഇലക്ട്രോൺസ് ലോസ്റ്റ് ആവുകയും, അപ്പോൾ ഇലക്ട്രോൺസ് ലോസ്റ്റ് ആകുമ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവും അതുപോലെ സിൽക്കിന് നെഗറ്റീവ് ചാർജാണ് കിട്ടുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവിഷൻ നടത്താം. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് പഠിച്ചത്, ആദ്യം തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ആറ്റത്തെ പറ്റി പഠിക്കുന്നത്. ആറ്റത്തെ പറ്റി നമ്മൾ എന്ത് പഠിച്ചു, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി പഠിച്ചു, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അതിൻ്റെ ചാർജുകളെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇലക്ട്രിസിറ്റീൻ്റെ 2 ടൈപ്സും നമ്മൾ പഠിച്ചു. നമ്മൾ പഠിച്ചത് എന്താണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചാർജസ് റെസ്റ്റിലാണ് ഉണ്ടാവുക. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജസ് മൂവിങ്ങിലാണ് ഉണ്ടാവുക. അതുപോലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ടുണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളതും പഠിച്ചു. അതിനുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അതായത് അതിൻ്റെ ഒരു സർക്യൂട്ടും ഇവിടെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പരിചയപ്പെട്ടു. അതായത് ഇവിടെ ഒരു കണക്റ്റിംഗ് വയർ ഉണ്ടാവും, ഫിലമെൻ്റ് ഉണ്ടാവും, സെല്ല്, ഇതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു കറണ്ട് ഇലക്ട്രിസിറ്റിയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമ്മളെ വീട്ടിൽ ജസ്റ്റ് ബൾബ് കത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ കറണ്ട് ഇലക്ട്രിസിറ്റിയെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് ജസ്റ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. അടുത്ത വരും ക്ലാസ്സുകളിൽ, അതായത് 9th സ്റ്റാൻഡേർഡിലൊക്കെയാണ് നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയെ പറ്റി കൂടുതൽ പഠിക്കാനുള്ളത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജസ് എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൽ വൈദ്യുത ചാർജ്, അതായത് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ്, അതായത് ഇലക്ട്രിക് ചാർജ് ആ വസ്തുവിൻ്റെ, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം ഇലക്ട്രിക് ചാർജ് ഇതിനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കോമ്പിൻ്റെത് എടുത്തു. കോമ്പ് എന്ന് പറയുന്നത് നമ്മളുടെ എയറിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഒന്നിന് പോസിറ്റീവ് ചാർജും ഒന്നിന് നെഗറ്റീവ് ചാർജുമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പ് നമ്മൾ ഒരു പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പേപ്പർ എന്ന് പറയുന്നത് ഈ കോമ്പിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ നമുക്ക് അങ്ങനെ പറയാം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക്. നമ്മൾ ഇലക്ട്രിക് ചാർജസിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ചാർജസിനെ പറ്റി പഠിച്ചപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ചാർജസ് എന്ന് പറയുന്നത് അട്രാക്റ്റ് ചെയ്യും. അതാണ് 2 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ ചാർജ് ഇല്ലാത്ത ബോഡീനെ അട്രാക്റ്റ് ചെയ്യും. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതിയെടുക്കാം. നമ്മുടെ ഈ ഒരു ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമാണ്. ചാർജ് എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് സ്കാലാർ ക്വാണ്ടിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഷൻ എന്ന ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾ ആ മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ ഒരു ഇലക്ട്രോസ്കോപ്പിന് ഉള്ളത്. അതുപോലെ ഇതിൽ ഒരു മെറ്റാലിക് കണ്ടക്റ്റും ഗോൾഡ് ലീവ്സും മെറ്റൽ ബോളും എല്ലാം ഒരു ഗ്ലാസ് ജാറിൽ കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇവിടെ ഈ ഒരു ഇതിൽ നമ്മൾ വേറൊരു ഒബ്ജക്റ്റ് വരുമ്പോൾ അവിടെ അട്രാക്റ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോസ്കോപ്പിനെ പറ്റിയിട്ടുള്ള ഒരു
എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് നിങ്ങൾ ഈ ഇലക്ട്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടാതെ അത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു എക്സ്പെരിമെൻറ്റ്, അതായത് ആ ഒരു ഇതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിലുള്ള ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എർത്തിങ്ങിനെയും ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനെ പറ്റിയൊക്കെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.